Amir, Ajmal, how are you doing? How's life? All good, doing good. All good? Okay, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ഷോട്ട് ലുക്കിംഗ് സോ ഗുഡ്, കുറച്ച് ഡിഫറെന്റ് ലുക്ക് കൂടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജോഷ് സാർ, ക്ലീവറ, മിസ്റ്റർ നാദിക, എല്ലാവർക്കും. ജോൺ കലകിരി ഇവിടെ പോകാൻ തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാകളുടെ അഭിമാനം, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മൾ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 കൺട്രീസ്, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമകളും ദിലീപേട്ടനെ സ്റ്റേജ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോണ്ട് പോകാൻ എന്റെ പരിപാടി. അരികയില് സമൃദ്ധാസ്മിലാണെങ്കിൽ 2 കൺട്രീസ് വിശ്വാസമല്ല. പക്ഷെ ദിലീപേട്ടന്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടന്റെ തലേന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്ന് അടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതില് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ പിന്നെ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ടുപുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത് ഏട്ടനാണ്. സുജിത് ഏട്ടൻ പാപ്പന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പന്റെ എൻ്റെ ലക്ക് ഫാക്ടറി നീതാപ്പുള്ളി എവിടെയുണ്ട്. വലിയ ഒരു ആക്ട്രസ് ആകാൻ പോകുന്ന കുട്ടിയാണ് നീത. അപ്പോ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടറാണ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസം കൂടിയാണ് പോകുന്നത്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആഗ്രാസ് സിനിമ ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസ് ആവുകയാണ്. ഇപ്പൊ തങ്കമണി 7th. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഭവമൊക്കെ എപ്പോഴും ഉണ്ടാവണം. അന്യഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ചെറിയ വേഷയുടെ പ്രധാന റീസൺ മലയാളി പ്രേക്ഷകർ എന്നെ വിട്ട് പോകല്ലേ എന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതിയോടുകൂടി തന്നെയാണ്. സുദേവ്, I think he have left. I really want to congratulate him for his work. പിന്നെ ഓക്കെ ബ്രോ, ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ദുഷ്ടനൊക്കെ ഒരുപാട് വിളിച്ചു മതിയായി ഫോൺ പോലും എടുക്കൂല. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്, ലിസണർ എനിക്ക് ആഗ്രഹമില്ല. Anyway, just kidding. So thank you a lot Ajmal for joining us and wishing you all the best for all stories are coming. Big round of applause for Ajmal Amir. And അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സിനിമ